ഹലോ. ഉണ്ടാവും കുളംപുളിയാണ്. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഉണങ്ങി വെച്ച കുളംപുളിയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പം ഈ വർഷം ഉണങ്ങിയത് കൊണ്ട് അപ്പം ഇതൊരു ടിന്നിലേക്ക് കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്തടുത്ത് വേറൊരു ഇരുന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് എടുത്തത്. ഒരു വർഷത്തേക്ക് കുറച്ചെടുത്ത് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് 1 കിലോ ചോദിച്ചു. കഴിഞ്ഞ ദിവസം അവരെന്നോട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പുളി ചോദിച്ചു. അപ്പം ഞാൻ കുറച്ചൊരു കവറിലിട്ട് കൊണ്ടു കൊടുത്തു. വിലയൊന്നും വാങ്ങിയില്ല. അപ്പം പുള്ളിക്കാരി എന്നോട് 1 കിലോ പുളി ചോദിച്ചു. ഇതാകുമ്പോൾ നന്നായിട്ട് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന പുളി. ഇതിപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ഇത് അവർക്ക് കൊണ്ടുപോകാൻ കടയിൽ കൊണ്ടുപോയി ഇത് തൂക്കി ബാക്കി കൊണ്ടുവരാം. 1 കിലോ പുളി ചോദിച്ചു. ഉപ്പും വെളിച്ചെണ്ണയും കൂടെ പുരട്ടി വെച്ചിരുന്നതാണ്. ഇതെന്താ നന്നായിട്ട് നല്ല നല്ല പുളി. 2 വർഷം ആയതല്ലേ, ഒരു ശകലം ഇട്ടാൽ മതി. കുറച്ചിടുമ്പോഴത്തേക്ക് നന്നായിട്ട് പുളി ഇറങ്ങും. എല്ലാ വർഷവും 2-3 കൊല്ലമായിട്ട് പുളി കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. നിറയെ ഉണ്ടാവും. സമയക്കുറവ് കൊണ്ട് അങ്ങനെ പിറക്കുകയാണ്. അടുത്തുള്ളവരുടെ പിറക്കിട്ടാണ്. സമയം ഉണ്ടാവില്ല മറ്റു ജോലികളെല്ലാം കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ കുക്കയും കടയിലേക്ക് പോകുമ്പോൾ കൂടെ തോന്നുന്നു എന്നോടത്ത് ഞാനിത് കറക്കി വയ്ക്കുന്നത്. ഈ വർഷം ഉണങ്ങിയത് ഞാൻ കാണിക്കുന്നത്. ഇപ്പം 2 വർഷം ആയതായിട്ട് കുറേ ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുത്ത് പൊടിയെല്ലാം കളഞ്ഞേക്കാം. ഈ വർഷത്തെ ഇത്രയേ ഉണങ്ങിയുള്ളൂ, ഞങ്ങൾ എടുത്തുള്ളൂ. കാരണം പിറകി കൊണ്ടുവന്നാലും നല്ല മഴയില്ലേ. അപ്പം ശേരലിടുമ്പോൾ അതിൻ്റെ കൂടെ ഒട്ടുപാലും ഒക്കെ ഉണ്ടാവും ഉണങ്ങാൻ. അല്ല അതിനും കൂടെ സൗകര്യവുമില്ല. പിന്നെ ഇത് പിറകി കൊണ്ടുവന്ന് പൊട്ടിക്ക് നല്ല ജോലിയല്ലേ. ഇല്ലാത്തതിൻ്റെ പേരിൽ, സമയക്കുറവിൻ്റെ പേരിൽ അപ്പം ഇത് ഞാൻ ഉണങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി. 2 ദിവസമായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഉപ്പും കൂടെ പുരട്ടി വെച്ചിരുന്നതാണ്. ഇതിനിപ്പോൾ എടുത്ത് വെക്കാം. അതിൻ്റെ പൊടിയൊക്കെ പേരിട്ട് വൃത്തിയായിട്ട് എടുത്ത് വെക്കാം. നല്ല പുളി വേണ്ട ആരും ചോദിച്ചത് നമ്മൾ കൊടുക്കാം എന്നായി. ഇതിപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിന് എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതങ്ങനെ പൊടി ഒന്നുമില്ല. ഉണ്ടാവും. മറ്റേ 10 കിലോയുടെ കാൽസ്യം വരുന്ന ടിന്നാണ്. ഇതിന് നല്ല അടപ്പുണ്ടാവും. ഇത് നല്ല അടപ്പുണ്ടായിരുന്നു. ടൈറ്റായിട്ട് അടച്ചു വെച്ച് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ പുളിയാണ് ഇതിനകത്തിരുന്നത്. യാതൊരു കുഴപ്പമില്ലാണ്ട് ഇരുന്നോളും. കാറ്റ് കയറാമെന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നെടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ മുറുക്കി അടയ്ക്കാൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പോകും. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ലാതിരുന്നു. അതിലിപ്പോൾ പുളി ഇരുന്ന പാത്രമാണ്. ഞാനിപ്പോൾ ഇതാണ് എല്ലാവർക്കും എടുത്തതാണെന്നൊക്കെ കുറേ ഉണ്ടായിരുന്നതാണ്. ആരെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കും. പിന്നെ നമ്മുടെ ആവശ്യം ഈ വർഷം ഇത്രയേ ഉള്ളൂ. ഞാൻ കൊടുത്തവർക്കൊക്കെ പെറുക്കിക്കോളാൻ പറഞ്ഞവരും എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ വന്നിട്ട് പറിച്ചുകൊണ്ട് പോയി. ഹസ്ബൻഡ് ചേട്ടൻ വന്ന് വെച്ചുകൊണ്ട് അപ്പം അത് ഇതിൽ കൂടുതലുണ്ടാകും. അവരൊക്കെ ഉണങ്ങിയത്. പിന്നെ നമുക്കിതിന് ആവശ്യമുള്ള സമയക്കുറവും ഇതെല്ലാം ഞാൻ ഒരാളെ വേണ്ട ചെയ്യാൻ. അതെല്ലാം സമയമുണ്ടാകും. അതും എടുത്തു വെച്ച് ഈ പുളി കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി തൂക്കി ആ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കട്ടെ. ഇങ്ങനെ ഇപ്പം ഇല്ല, ഉച്ചയായിട്ടേ പോകുന്നുള്ളൂ. ഞാൻ നേരത്തെ വീഡിയോ എടുത്തതേ ഉള്ളൂ എന്ന് വെച്ചിട്ട്. കാരണം കൊക്കോ പൊട്ടിക്കണം. ആ കൂടെ പോകുമ്പോഴേ കടയിലേക്ക് കൊണ്ടു.